ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വീണ്ടും നമുക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സഹവാസത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വചനവുമായി നിൽപ്പാൻ ദൈവമിടുന്നേയും യോഗ്യനാക്കിയല്ലോ, അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കൃപ, ദയ, മനസ്സരുവ, താങ്ക് യു ലോർഡ്. എല്ലാത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. ജോസഫ് പാസ്റ്ററോട് പറഞ്ഞു, നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം, അല്ലെ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടിരിക്കണം. എപ്പോഴും നമുക്കതിനുള്ള സാവകാശമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ അങ്ങനെ മഹത്വപ്പെടുത്തണം? താങ്ക് യു ലോർഡ്. നമുക്കറിയാം, നമ്മൾ വെള്ളമൊക്കെ കുടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വെള്ളം എപ്പോഴും ആവശ്യമാണ്. എന്തുകൊണ്ട് നമ്മൾ കുടിക്കുന്നു? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നു. ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? വെള്ളം കുടിക്കണം. കിലോ പലർക്കും എനിക്കറിയാം, ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കുഞ്ഞ്, ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്, ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു സഭയിൽ വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. ഒരു ആന്ധ്രാപ്രദേശത്തു നിന്നുള്ള ഒരു കുടുംബമായിരുന്നു. ആ കുഞ്ഞിന് ലൂസ് മോഷനും ഇങ്ങനെ ഡയറിയ വന്നു. അവരെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ല. അവർ പാസ്റ്ററുടെ അടുത്തൊക്കെ കൊണ്ടുപോയി. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒടുവിലായിട്ട് ആ കുഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ആ കുഞ്ഞ് ഓൾമോസ്റ്റ് മരിച്ചു. മീൻസ് മറ്റൊന്നും ഇല്ലായിരുന്നു. ഈ കുഞ്ഞിന് ഇനഫ് വെള്ളം പോലും കൊടുത്തില്ല. എനിക്ക് ഓർമ്മയിൽ മറന്നു പോകാത്ത ഒരു കാര്യമാണ്. ഇനഫ് വെള്ളം ആ കുഞ്ഞിന് ഇല്ല കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് മറ്റുള്ള പേരൻസ് മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തെ അങ്ങനെ ഒരു അഡ്വൈസെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞ് മരിച്ചു പോകാതിരുന്നേനെ. താങ്ക് യു ലോർഡ്. ലോർക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞതിന് ചുരുക്കം അതല്ലോ നമ്മുടെ പോയിന്റ്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം? അതായത് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ആ കാര്യമായിട്ട് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും, പക്ഷേ അതിനകത്ത് ഉള്ളതായ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ എനർജി നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൽ നിന്നുള്ളതായ ശക്തി നമ്മളിലേക്ക് പകരുന്നു. പലരും വിചാരിക്കുന്നത് ദൈവത്തെ നമ്മളങ്ങനെ ജസ്റ്റ് ഒരു നെയിം ഷേക്കിന് വേണ്ടി അങ്ങനെ അങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന്, ദൈവം പവർ പവർ പോയിന്റ് പവർ ഒരു ട്രാൻസ്ഫോമറാണ്. ആ ദൈവത്തിൽ നിന്നുള്ള ആ ശക്തി നമ്മളിലേക്ക്, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ശക്തി, ആ സൂര്യൻ്റെ പ്രകാശം, അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ സൂര്യൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും ആ പ്രകാശം നമ്മളിലേക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് വ്യാപരിക്കും. അപ്പം നമ്മുടേതായിട്ടുള്ള ആ നെഗറ്റീവ് തോട്ടുകൾ, ദുഷ്ടം കൊണ്ടിരുന്ന ആ നെഗറ്റീവ് തോട്ടുകൾ, നമ്മുടെ ചിന്താഭാരങ്ങൾ, ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുമ്പോഴത്തേക്ക് ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പകരും. താങ്ക്. ആ ദൈവത്തിൻ്റെ ആ കൃപ നമ്മളിലേക്ക് പകരും. അപ്പം നമ്മുടെ ജഡികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളതായ തോട്ടുകളൊക്കെ നമ്മളിലേക്ക് മാറിയിട്ട് നമ്മുടെ അവസ്ഥകൾ മാറും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനിന്ന് രാവിലെ കഴിഞ്ഞ ആഴ്ച എനിക്കൊന്ന് മൺഡേ മോർണിംഗിലാണെന്ന് തോന്നി ഈ ഒരു വാക്യം വായിക്കുവാനായിട്ട്, ആ പോർഷൻ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. താങ്ക് യു ലോർഡ്. ഈ ഇതിൻ്റെ 5 മുതലുള്ള ഒരു 14-15 വാക്യം വരെയാണ് ഞാൻ ദൈവം എനിക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ യേശു പറയുന്നതായ ഒരു ഉദാഹരണമാണത്. അല്ലെങ്കിൽ ഒരു ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ ജനത്തോട്, അവിടെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല ആരോട്. അവൻ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി
അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്ക വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ശിഷ്യന്മാരോടാണോ അതോ ജനങ്ങളോടാണോ എന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. എങ്കിലോ ആരോടായെങ്കിലും നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് ടേസ്റ്റ് വരുത്താം? ഉപ്പ് കാരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഉപ്പിനകത്ത് കാരമുണ്ടെന്ന് പറയുന്നു, മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നു. ഈ എന്താണ്, അല്ലെങ്കിൽ അത് ആ രുചി, ടേസ്റ്റ്. ആ ടേസ്റ്റ് ഉപ്പിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. താങ്ക്യല്ലോ. ആ ടേസ്റ്റ് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് തന്നെയാണ് അവിടെ ഉള്ളത്, സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. താങ്ക്യല്ലോ. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ആ ടേസ്റ്റ്, അല്ലെങ്കിൽ ഉപ്പിന് ടേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച്, നമ്മളൊക്കെ ആഹാരമൊക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്നു, എത്ര ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാലും ഇത് ഒരു സ്വല്പം ഈ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വായി വെക്കാൻ കൊള്ളുമോ? അത് കൊള്ളത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിനെ അവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷെ അതില്ലെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടാണ് അവിടെ എടുത്തു പറയുന്നത്. എനിക്കില്ലോ അത് ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിനെ ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല. എൻ്റെ ചിന്തകൾ വേറെ ലെവലിലേക്കൊക്കെ പോകുന്നു. എനിക്കില്ലോ ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല. എനിക്കില്ലോ കറിക്കകത്ത് എല്ലാവരും അല്പം വാരിയിടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ബോൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനകത്ത് ഇച്ചിരി വാരിയിടുന്നു. ഈ ഉപ്പിനെ ആരും പ്രത്യേകിച്ച് ഒന്നും അത്ര പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇല്ലാതെ വരുന്നൊരു കാലം ഉണ്ടാകും. എനിക്കില്ലോ ദൈവത്തിൻ്റെ മക്കളുടെ സാന്നിധ്യം ഈ ലോകത്തിൽ ഇല്ലാതെ വന്നു കഴിയുമ്പം അവർ തിരിച്ചറിയും എവിടെ ഉപ്പ്. എനിക്കില്ലോ ഉപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ എത്ര ആരാണെങ്കിലും എത്ര ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാലും, ഞാൻ വീണ്ടും അത് ഒന്നുകൂടെ പറയുക, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഇന്ന് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ വില കുറഞ്ഞ ഈ ഐറ്റം, ഇന്ന് വില കുറഞ്ഞ ഈ ഐറ്റം, ഇതാര് പറഞ്ഞേക്കുന്ന ഉദാഹരണമാണ്? യേശു വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് ജനത്തോട് പറയുന്ന ഉദാഹരണം, നിങ്ങൾ ലോകത്തിൻ്റെ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇന്ന് ഭൂമി അത് തിരിച്ചറിയുന്നില്ലായിരിക്കും. ഇന്ന് മറ്റുള്ളവർ അത് തിരിച്ചറിയുന്നില്ലായിരിക്കും. ഇന്ന് അവർക്ക് വളരെ, അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ സോൾട്ട് കിട്ടുന്ന രീതിയിൽ കടയിൽ മാർക്കറ്റിൽ ഉപ്പ് കിട്ടുന്ന രീതിയിൽ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതില്ലാതെ വരുന്ന ഒരു കാലം ഉണ്ടാകും. അന്ന് അവർ തിരിച്ചറിയും. നമുക്കും അറിയാം, ഉപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു കറിയും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉപ്പെന്നുള്ളതായ ആ ഐറ്റം അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല കറിയും ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കിയാൽ വല്ലവരും കഴിക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ട്. കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബോക്സ് വന്ന സമയത്ത് പണ്ട് ചെറുപ്പത്തിൽ ഈ ഉപ്പ് ചേർക്കാതെ ഒക്കെ കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും അമ്മ കാണാതെയൊക്കെ കഴിച്ച് കൊടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നല്ലപോലെ അനുഭവിച്ചിട്ടുമുണ്ട്. എനിക്കില്ലോ അല്ലെങ്കിൽ ഉപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇല്ലാതെ വരരുത്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. എന്താണ് ഉപ്പ്? യേശു ശിഷ്യന്മാരോട് പറയുക, അല്ലെങ്കിൽ ജനങ്ങളോട് പറയാം, നിങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. ഉപ്പ് കാരമില്ലാതെ വന്നാൽ എന്തുകൊണ്ട് അതിനെ രസം വരുത്താം? സാധിക്കത്തില്ല. ടേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. നമ്മളിൽ ടേസ്റ്റ് ഉണ്ടായിരിക്കണം. ഉപ്പാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് അതിൻ്റെ 3-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്താ അതിൻ്റെ മീനിങ്? എന്നെ ഇച്ച കറക്കി അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആത്മാവിൽ ദരിദ്രരായ മനുഷ്യർ ഭാഗ്യവാന്മാർ. പറയാമോ? ആത്മാവിൽ ദരിദ്രരായ മനുഷ്യർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എന്താണ് ഈ ആത്മാവിൽ ദരിദ്രരായിരിക്കുക? അതിന് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. താങ്ക് യു ലോ. പൂർ. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹംബിൾ. ആത്മാവിൽ താഴ്മയുള്ളവനായിരിക്കണം. ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനാണ് ഭാഗ്യവാൻ. ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തിൽ താഴ്മയുണ്ടോ? നീ ഭാഗ്യവാൻ തന്നെയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ദൈവവചന്റെ ജീവിതത്തിൽ സോൾട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് കേട്ടോ. സോൾട്ട് കാരമില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാതെ വന്നാൽ എന്തുകൊണ്ട് രസം വരുത്താം, അല്ലെങ്കിൽ രുചി വരുത്താം. ആത്മാവിൽ ദരിദ്രരായവർ, അല്ലെങ്കിൽ ഹംബിൾ, താഴ്മയില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ താഴ്മ നിന്റെ ജീവിതത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ, നീ ആരുമായിക്കോട്ടെ, ഏത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, എനിക്കിലോ നിനക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. നിന്നെ ഉപയോഗിച്ചിട്ട് ടേസ്റ്റ് കിട്ടത്തില്ല. എനിക്കിലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എനിക്കിലോ താഴ്മ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഒന്നാമത് യേശു പറഞ്ഞിരിക്കുന്ന ആർക്ക് എന്തുകൊണ്ടാണ്? സ്വർഗരാജ്യം അവർക്കുള്ളത്. താഴ്മ. നിനക്ക് ആ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടണോ? അല്ലെങ്കിൽ നമ്മുടെ ആദ്യമേ പറഞ്ഞ രീതിയിൽ ഈ ഉപ്പിനെ ചേർക്കുമ്പോൾ, നിന്നെ പലയിടത്ത് ഉപയോഗിക്കുമ്പോൾ, നിന്നെ പലയിടത്ത് കൊണ്ടുപോകുമ്പോൾ, നിന്നെ എവിടെയെല്ലാം ദൈവം നിന്നെ ഉപയോഗിക്കുന്നോ, ഏതെല്ലാം സ്ഥലങ്ങളും ദൈവം നിന്നെ ഉപയോഗിക്കുന്നു, അവിടെയെല്ലാം നിനക്ക് വേണ്ടത് എന്താണ്? താഴ്മ. താങ്ക് യു ലോ. നീ താഴ്ന്നിരിക്കണം. നിന്റെ ജീവിതത്തിൽ താഴ്മ വേണം, വിനയത്തോട് വേണം നീ ഇരിക്കാനായിട്ട്. ഹംബിൾ. താങ്ക് യു. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാ. ഞാനല്ല നിന്റെ ഉപ്പ്. എങ്ങനെ നിന്നെ ഈ താഴ്മയില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നെ എന്തിനു കൊള്ളും? ചവിട്ടി കളയാനേ കൊള്ളുവന്നേ. നിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഈ കാര്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊള്ളത്തില്ല. ഉപ്പിന് ടേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ആരുപയോഗിക്കും? ആരും ഉപയോഗിക്കത്തില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹംബിൾ, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഹംബിൾ, താഴ്മ, വിനയം. എനിക്കിലോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നിനക്കുള്ളത്? സ്വർഗരാജ്യം അവർക്കുള്ളത്. ദൈവമായിട്ട് കണക്ട് ചെയ്യുക. ദൈവമായിട്ട് നിന്നെ കണക്ട് ചെയ്യണോ? നിന്റെ ജീവിതത്തിൽ എന്ത് വേണം? ഈ താഴ്മ വേണം. യേശു പറയുന്ന ഒന്നാമത്തെ കാര്യം അത് താഴ്മയോടിരിക്കുക, വിനയത്തോടിരിക്കുക. വിനയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്ത് സ്വർഗരാജ്യം നിനക്കുള്ളത്. നിന്നെ മാനിക്കും. എന്ത്? ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളതിന് ടേസ്റ്റ് വരും. എല്ലാത്തിനും ടേസ്റ്റ് വരും. ഈ ഉപ്പ് നിന്നിൽ മറ്റുള്ളതിന് നീ ചേർന്നാൽ താഴ്മയുള്ളവനാണെന്നുണ്ടെങ്കിൽ നിന്നെ അവിടെ ഉയർത്തും. ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ നീ സൈലന്റ് ആയിട്ടിരിക്കും, പക്ഷെ നിന്നിൽ കൂടിയാണ് ഈ ഐറ്റത്തിനെല്ലാം ടേസ്റ്റ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനെ നീ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്ത്? ഒന്ന് താഴ്മ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്.
താങ്ക്യൂലോ എല്ലാം പറയാനായിട്ട്. പിന്നെ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അവിടെയും വീണ്ടും പറയുന്ന സൗമ്യത, വീണ്ടും സൗമ്യത, അവിടെയും വീണ്ടും ഒരു താഴ്മ, ഒരു ഹമ്പിൾ, സൗമ്യതയോടുകൂടി ഇരിക്കുക. എങ്കിലോ പിന്നെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഓടിച്ചു പോവുക കരുണ. എങ്ങനെ ഈ കരുണയുള്ള ഭാഗ്യവാന്മാർ? എന്താണ് അവിടെ എഴുതിക്കുന്നത്? അവർക്ക് കരുണ ലഭിക്കും. ഇതെല്ലാം ഉപ്പിൻ്റെ ഗുണമാണ് കേട്ടോ. നമ്മൾ അത് ആ ലാസ്റ്റാണ് യേശു പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ഉപ്പിൻ്റെ ഗുണം. ഉപ്പിനകത്തുള്ളതായ ഇൻഗ്രീഡിയൻസ് ആണ്. ഉപ്പ് ജസ്റ്റ് ഉപ്പെന്നുള്ള രീതിയിൽ നമ്മളങ്ങ് പറയുന്നു, പക്ഷെ ഉപ്പിനകത്ത് പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ മുകളിൽ പറഞ്ഞേക്കുന്നത്. താഴ്മ വേണം, എങ്കിലും സൗമ്യത വേണം, പിന്നെന്ത് വേണം? കരുണ വേണം. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നിന്നെ ഉപ്പായിട്ട് ഉപയോഗിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആരായി നീ? വെറുതെ ചവിട്ടിക്കളയാൻ മാത്രമേ നിന്നെ കൊള്ളുകയുള്ളൂ. എനിക്ക് ഒരു ദൈവബോധത്തിൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ കരുണയും ഈ താഴ്മയും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. പിന്നെ അടുത്ത പറഞ്ഞിരിക്കുന്നത് ഹൃദയ ശുദ്ധി. അതിനെക്കുറിച്ചൊന്നും ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ദൈവം നമ്മളെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ വേണം നമ്മൾ ദൈവസന്നിധിയിൽ ഒരു ശുദ്ധിയുള്ള മനസ്സാക്ഷി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഹൃദയശുദ്ധി. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അവർക്ക് ഏതെങ്കിലും രീതിയിലും പറയാം. യേശുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ എപ്പോഴും ഒന്ന് എന്താ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ ഹോളിക്കമ്മോണിൻ്റെ സമയത്ത് നമ്മൾ സ്വയം ശോധന ചെയ്യണം. ഒരു ദൈവത്തിൽ എപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മളെ തന്നെ എൻ്റെ ഭാഗത്ത് കുറവുകളുണ്ടോ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. യഹോവേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനെ മോചിപ്പിക്കണമേ, സ്വമേധ പാവങ്ങളെ അകറ്റണമേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ കാണണം. വീണ്ടും ഞാൻ പറയുക, ഉപ്പിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ. നിങ്ങൾ ലോകത്തിന്, ഞാൻ വീണ്ടും എടുത്ത് പറയുക, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുമ്പോൾ ഈ കാറ്റഗറീസ് ലാസ്റ്റ് നമ്മൾ വായിച്ചത് എന്താണ്? ഹൃദയശുദ്ധി. നമ്മൾ ഹൃദയത്തിനൊരു ശുദ്ധി, അതും ഈ സോൾട്ടിനോട് ചേരണം. ദൈവം നമ്മൾ മറ്റുള്ളവർക്ക് ടേസ്റ്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് നിന്റെ ജീവിതത്തിൽ വേണം? നീ ഒരു ഹൃദയശുദ്ധിയുള്ള വ്യക്തിയായിരിക്കണം. ഹൃദയശുദ്ധിയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദൈവം എങ്ങനെയായിരിക്കും? സ്വർഗരാജ്യം അവർക്കുള്ളത്. മറ്റുള്ളവരൊക്കെ മാറ്റിക്കള, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അത് ആദ്യമേ പറഞ്ഞിരിക്കുന്നേ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുക. സ്വർഗരാജ്യം നിനക്കുള്ളതാ. നീ ഹൃദയശുദ്ധിയോടുകൂടെ ജീവിക്കുന്നോ, സ്വർഗരാജ്യം നിനക്കുള്ളതാ. അത് മനുഷ്യൻ തരുന്നതല്ല. നീ മനുഷ്യർക്ക് ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്നത്. നീ ചെയ്താൽ സ്വർഗരാജ്യം നിനക്കുള്ളതാ. നീ ചെയ്യുന്നിടത്ത്, നീ പോകുന്നിടത്ത്, നീ കാണുന്നിടത്ത് എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അവിടെ എന്ത് വേണം നമുക്ക്? ഹൃദയ ശുദ്ധി. അടുത്തവനെ എന്താ പറയിക്കുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവർ കേട്ടോ, പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നീതിയോടെ കൂടെ. ആ ഒരു പോർഷൻ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇങ്ങനെ നീതിക്ക് വിശന്നും ദാഹിക്കും. എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു കാര്യമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നീതിക്ക് വേണ്ടി നിൽക്കുക. ആരും ആയിക്കോട്ടെ, ഞാൻ കൂടെ ഗ്ലോറി കൊടുക്കാൻ പറയാറുണ്ട്. എനിക്കില്ലോ ഒരു കോംപ്രമൈസിനും
നോ. നീതിക്ക് വിരോധമായിട്ട് അനീതി ചെയ്യുന്ന കാര്യത്തിൽ നോ. താങ്ക് യു ലോ. നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തുകൂടാ. എൻ്റെ പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, അതുകൊണ്ട് എനിക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട്. നീതിക്ക് വിരോധമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു ദൈവത്തിൽ നമുക്ക് യോജിക്കാൻ ഒക്കത്തില്ല. നീതിക്ക് വിരോധമായിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മളെ അനുവദിക്കരുത്. നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കണം? നീതിയോടുകൂടി ആയിരിക്കണം. ഞാൻ എന്നെ തന്നെ പോഴ്ത്തുമല്ല. താങ്ക് യു ലോ. ഒരു ദൈവത്തിൽ എങ്ങനെയായിരിക്കണം? നീതിയായിരിക്കണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായിരിക്കണം. നമ്മൾ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും, ഛേദം വരും, ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും, പക്ഷെങ്കിൽ ഛേദം വന്നാലും മാറാത്തവൻ. അവനെ കുറിച്ച് പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. പിന്നെ ബാക്കി എങ്ങനെയാ? ഇങ്ങനെയുള്ളവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ലെന്നേ. ഓ താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. സത്യം ചെയ്തിട്ട് ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നാലും നിന്നെ മറ്റുള്ളവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നീ ഇച്ചിരി ഷെയ്ക്കൊക്കെ ആവുമായിരിക്കും. താങ്ക് യു ലോ. എന്നാൽ കുലുങ്ങി നീ നിലംപരിചാകത്തിൽ നീ പോകത്തില്ല. താങ്ക് യു ലോ. നീ എപ്പോഴും നീതിയോടുകൂടി ആയിരിക്കണം. നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവർത്തികള്. താങ്ക് യു ലോ. ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ലാഭത്തോളും, നമ്മുടെ ജീവിതത്തിൽ കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ലാഭത്തോളും നമുക്കൊരു കുറ്റമറ്റ ഒരു മനസാക്ഷി. താങ്ക് യു ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സോൾട്ട്. താങ്ക് യു ലോർഡ്. അതാണ് ഉപ്പ്. ദൈവം ഉപയോഗിക്കുന്ന, ദൈവം അല്ലെങ്കിൽ യേശു, നമ്മുടെ യേശു, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഇത് ഒരു മനുഷ്യന്റെ അഭിപ്രായങ്ങളൊന്നുമല്ല. താങ്ക് യു ലോർഡ്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അഭിപ്രായങ്ങളല്ല, അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതിയേക്കുന്നതല്ല. ഇത് വ്യക്തമായിട്ട് യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകണം. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറീസ് എല്ലാം, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തേക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നിരിക്കണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അവിടെയെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കണം. ഇല്ല, ദൈവവചനത്തിന് വിരോധമായിട്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ യേശു പറഞ്ഞതിന് വിരോധമായിട്ട് എന്നെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് എന്നെ കിട്ടത്തില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും നമ്മൾ അതിനകത്ത് ഉറച്ചു നിൽക്കണം. താങ്ക് യു ലോർഡ്. സത്യം എപ്പോഴും അതിന് വേണ്ടി മാത്രം നമ്മൾ നിലനിൽക്കുക. താങ്ക് യു ലോർഡ്. പിന്നെ അടുത്ത വാക്യം എന്താണ് വായിക്കുന്നത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. താങ്ക് യു ലോർഡ്. നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വരും. എന്നാൽ അവിടെയൊക്കെ നമ്മളെ താങ്ങുന്ന ഒരു ദൈവം. താങ്ക് യു ലോർഡ്. എങ്ങനെ? നിന്റെ ഈ കാര്യം അല്ലെങ്കിൽ നിന്റെ ഈ ഇൻഗ്രീഡിയൻസ് നിന്നിൽ നിന്ന് ചോർത്തിക്കളയാൻ വേണ്ടി പല രീതിയിലും പല പ്രതിസന്ധികളൊക്കെ വരും. പക്ഷെ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുക. ഞാൻ ലോകത്തിന്റെ ഉപ്പ. താങ്ക് യു ലോർഡ്. ഞാൻ ലോകത്തിന്റെ ഉപ്പ. എന്നിൽ എൻ്റെ ദൈവം തന്നിരിക്കുന്ന ഈ കാര്യം അല്ലെങ്കിൽ ഈ ടേസ്റ്റ് ഞാൻ ഒരിക്കലും ലൂസ് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല. എന്നെ കാണുന്നവർ, എന്നോട് ഇടപെടുന്നവർ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ജീവിതത്തിൽ ഈ ഇൻഗ്രീഡിയൻസ് അത് മസ്റ്റായിട്ടും നമ്മളത് ഹോൾഡ് ചെയ്യണം. അത് വ്യക്തമായിട്ട് എത്ര സിമ്പിളായിട്ടാണ് യേശു ആ ഉദാഹരണം പറഞ്ഞതിന് ശേഷം അവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ യേശുവോട് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു ലോ. അതിന് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞത് എന്താ? എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് താഴ്മയോടിരിക്കുക. ഒരു ദൈവം ഇതിലെപ്പോഴും
അതിനകത്ത് മറ്റുള്ളവരൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവർക്കൊക്കെ പോരാനായിട്ട് പല രീതിയിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ജോലിയോ, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സോ, അല്ലെങ്കിൽ അവരുടെ വീടോ, അവരുടെ കുഞ്ഞുങ്ങളോ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നേ. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചോളം യേശുവിടെ വ്യക്തമായിട്ട് പറയുന്നത്, നീ ഒന്ന് താഴ്മയോടെ ഇരിക്കേ. അതൊക്കെ എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ദൈവത്തിന്റെ ദാനം, നമ്മുടെ ദൈവത്തിന്റെ കൃപ. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ടതായ ഒരു കാര്യം, നമ്മൾ താഴ്മയോടിരിക്കുക. ഹംബിൾ, താഴ്മയോടിരുന്നാൽ ദൈവം നമ്മളെ മാനിക്കും. പിന്നെ ഒരു ഞാൻ എൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഈ സോൾട്ടിന്റെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ലോകത്തിന്റെ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എങ്ങനെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്ത് പ്രകാശമുണ്ടാകും, നമ്മൾ പോകുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. ഇരുള് മൂടിക്കിടക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രകാശം ഉദിക്കും. വിശ്വസിക്കുക, ഞാൻ ചെല്ലുന്നിടത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആർക്കും അത് ബോൾഡായിട്ട് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയല്ല അവിടെ എഴുതിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദൈവവചനപ്രകാരം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അതേ മലമേലിരിക്കുന്ന പട്ടണം പോലെ അത് മറഞ്ഞിരിക്കാൻ പാടില്ല. നിന്നെ ഒതുക്കി നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നേ. കാര്യം നീ ലോകത്തിന്റെ വെളിച്ചവാ. മലമേലിരിക്കുന്ന പട്ടണം പോലെ നിന്നെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം നീ ചെല്ലുന്നിടത്ത് മറ്റുള്ളവർ നിന്നെ കാണും. മറ്റുള്ളതായ രീതിയിലല്ല നിന്നെ കാണുന്നത്, അല്ലെ മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട്, മറ്റുള്ളവരുടെ നിരൂപണങ്ങൾക്ക് അപ്പുറത്തായിട്ട് മലമേലിരിക്കുന്ന പട്ടണം പോലെ. എത്ര ബ്യൂട്ടിഫുൾ. മലമേലിരിക്കുന്ന പട്ടണം പോലെ നിന്നെ ആക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്താ ആദ്യം ഇവിടെ വായിച്ചു? എന്റെ 3-ാം വാക്യത്തിൽ എങ്ങനെയാ വായിച്ചിരിക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്വർഗരാജ്യത്തിന്റെ ഒരു വെറൈറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഏതേ? മലമേലിരിക്കുന്ന പട്ടണം പോലെ നീ ആകുമെന്ന്. മലമേലിരിക്കുന്ന പട്ടണം, അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ അവിടെ മലമേലിരിക്കുന്ന, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോകത്തിന്റെ വെളിച്ചം. സൗമ്യത നിന്റെ ജീവിതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ, താഴ്മ നിന്റെ ജീവിതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ, നീ ലോകത്തിന്റെ വെളിച്ചമായിട്ട് ദൈവം മാറ്റും. ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. എന്താ വേറെ അവിടെ വേണ്ടതായ കാറ്റഗറീസ് എല്ലാം അവിടെ വ്യക്തമായിട്ട് യേശു പറഞ്ഞിരിക്കുക. ഈ ഇന്ന ഐറ്റങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? നീ താഴ്മയോടുകൂടി ഇരിക്കുന്നു, നീ വിനയത്തോടുകൂടി ഇരിക്കുന്നു, നീ ദൈവത്തിന്റെ എന്താ പറഞ്ഞേ കുറവില്ലാത്തവനായിരിക്കുന്നു, എന്നാൽ ദൈവം നിന്നെ മലമേലിരിക്കുന്ന പട്ടണം പോലെ ലോകത്തിന്റെ വെളിച്ചമായിട്ട് മാറ്റും. നിന്നെ ലോകത്തിന്റെ ഉപ്പായിട്ട് മാറ്റും. എത്ര പേർ ഹല്ലേലൂയ ആ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ യേശു ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യെസ്, എന്നിൽ കൂടെ മറ്റുള്ളവർ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ കടന്നു ചെല്ലുന്നിടത്ത്, അവരെന്നെ ഉപയോഗിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഞാൻ പോകുന്നിടത്ത് ദൈവത്തിന്റെ മഹത്വത്തിൽ കൂടെ വെളിപ്പെടും. അതിന് ഞാൻ എങ്ങനെയായിരിക്കണം? ഞാൻ ലോകത്തിന്റെ ഉപ്പാണ്.
താങ്ക് യു ലോർഡ്. ഞാൻ ലോകത്തിൻ്റെ ഉപ്പായിട്ട് തന്നെ മാറും. ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ താഴ്മയോടെ ആയിരിക്കാം, വിനയത്തോടു കൂടി ആയിരിക്കാം. തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൻ്റെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ സോഴ്സുകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ദൈവം നൽകി തരും, ഒരു മുടക്കവും കൂടാതെ. താങ്ക് യു. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നാൽ നീതിയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. നീ ഒരിക്കലും എങ്കിലും നിലം പരിചാകാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമാണമില്ല. എങ്കിലോ വചനത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ ദൈവം നമ്മളെ മാനിക്ക് ഉയർത്തുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.